ഗാസയിലെ ഇസ്രായേലിന്റെ അതിഭീകരമായ ആക്രമണത്തിന് പിന്നാലെ ബന്ദികളുടെ മൃതദേഹം കൈമാറാൻ സമ്മതിച്ച് ഹമാസ്. ഗാസയിൽ കൊല്ലപ്പെട്ട 2 ബന്ദികളുടെ മൃതശരീരം ഹമാസിന്റെ ഭീകരവാദികൾ റെഡ് ക്രോസിന് കൈമാറിയതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. റെഡ് ക്രോസ് ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ അധികം വൈകാതെ IDF-ന് കൈമാറുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. നേരത്തെ ബന്ദികളുടെ 15 മൃതദേഹങ്ങൾ കൈമാറാൻ ഹമാസ് വിസമ്മതിച്ചിരുന്നു. തങ്ങളുടെ പക്കൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇല്ല എന്നുള്ള കാരണമാണ് ഇതിന് ന്യായീകരണമായി ഹമാസ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം 10-ലധികം ബന്ദികളുടെ മൃതശരീരങ്ങൾ എവിടെയുണ്ട് എന്നത് കൃത്യമായി ഹമാസിനെ അറിയിച്ചു IDF. മൊസാദിന്റെ ചാരന്മാരും സാറ്റലൈറ്റ് നെറ്റ്വർക്കും ഒക്കെ തന്നെ ഈ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ മൃതദേഹങ്ങളുടെ കൃത്യമായ ഉറവിടം ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്ത്യശാസനം ഹമാസിന് ഇസ്രായേൽ നൽകിയത്. സമയപരിധിക്കുള്ളിൽ ബന്ദികളുടെ മൃതശരീരം കൈമാറിയില്ലെങ്കിൽ ഹമാസിനെതിരെയുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നായിരുന്നു ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഹമാസിന് നൽകിയിരുന്നു. എന്നിട്ടും ഹമാസ് ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറാൻ തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഗാസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഗാസയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഇടങ്ങളിലേക്ക് ഇസ്രായേലി വ്യോമസേനയുടെ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടായി. പിന്നാലെ ഡ്രോൺ ആക്രമണവും നടന്നു. ഈ ഒരൊറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 30-ലധികം ഹമാസ് ഭീകരന്മാരാണ്. ഹമാസിന്റെ പ്രധാനപ്പെട്ട കമാൻഡർമാർ, ഡെപ്യൂട്ടി കമാൻഡർമാർ, ബറ്റാലിയൻ കമാൻഡർമാർ അടക്കമുള്ള ഹമാസിന്റെ പ്രാദേശിക നേതൃനിരയെ ഒന്നടങ്കം ഇല്ലാതാക്കി ഇസ്രായേലി സേന. അതുമാത്രവുമല്ല, ഇനി കൂടുതൽ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകാൻ ഹമാസ് തയ്യാറായത്. അതിൻ്റെ ആദ്യഘട്ടമായി 2 ബന്ദികളുടെ മൃതശരീരങ്ങളാണ് ഇപ്പോൾ റെഡ് ക്രോസിന് കൈമാറിയിട്ടുള്ളത്. അധികം വൈകാതെ റെഡ് ക്രോസ് സംഘം ആ മൃതശരീരങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് കൈമാറുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഗാസയിലെ ഖാൻ യൂനിസിന് സമീപം വെച്ച് ഹമാസിൽ നിന്നും മൃതദേഹങ്ങൾ റെഡ് ക്രോസ് ഏറ്റുവാങ്ങി. അതിനുശേഷം ആ മൃതദേഹങ്ങളുമായി ഇസ്രായേലിലേക്കുള്ള യാത്രയിലാണ് റെഡ് ക്രോസ് സംഘം. എന്തായാലും അധികം വൈകാതെ ബാക്കി മൃതശരീരങ്ങൾ കൂടി കൈമാറാമെന്നുള്ള അറിയിപ്പ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും മൃതശരീരങ്ങൾ ഉടനടി ലഭിച്ചില്ലെങ്കിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ അതിമാരകമായ യുദ്ധം ആരംഭിക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. 20 ജീവനോടെയുള്ള 20 ബന്ദികൾ ഇസ്രായേലിനുള്ളിൽ തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ഹമാസിന്റെ ഉന്മൂലനം, ഹമാസിന്റെ സമ്പൂർണമായ ഉന്മൂലനമാണ് ലക്ഷ്യം. ഇനി ഗാസയിൽ എവിടെയും ഏത് തരത്തിലുള്ള ആക്രമണത്തിനും ഇസ്രായേലിന് മുന്നിൽ യാതൊരു തടസ്സവുമില്ല. കാരണം ഇനി കൊല്ലപ്പെടാൻ ബന്ദികളില്ല എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേൽ ഉറപ്പിക്കുന്നു. പിന്നെ ബന്ദികളുടെ മൃതശരീരങ്ങൾ അത് ലഭിച്ചില്ലെങ്കിൽ കൂടിയും ഹമാസിനെ എന്നേക്കുമായി ഇല്ലാതാക്കുക, ഇതാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് ഉടനടി പൂർത്തിയാക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബന്ദികളുടെ മൃതശരീരം വിട്ടു നൽകാൻ ഇപ്പോൾ ഹമാസ് തയ്യാറായിരിക്കുന്നത്. ഇതുകൂടാതെ അമേരിക്കയുടെ അതിശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശവും മുന്നറിയിപ്പും ഹമാസിന് മേൽ വലിയ സമ്മർദ്ദമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇപ്പോൾ കൈമാറാൻ ഹമാസ് തയ്യാറായത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ബന്ദികളുടെ മൃതശരീരങ്ങൾ റെഡ് ക്രോസിന് കൈമാറുമെന്നാണ് ഹമാസ് നൽകുന്ന സൂചന.